പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനത്തെ ചൊല്ലുന്നു. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിന്മേലും പ്രവർത്തിക്കുമാറാണ്. വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചതുപോലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ദൈവാത്മാവ് പ്രവർത്തിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. വചനം പറയുന്ന എന്നോടും ഇത് കേൾക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് സംസാരിപ്പാനിടയായിത്തീരും. എൻ്റെ ചിന്തക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5:13 അവിടെ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാണ്ടായിപ്പോയാൽ എന്തുകൊണ്ട് രസം വരുത്താൻ? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർക്ക് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല. ഈ ദൈവവചനം എല്ലാവരും കേട്ടു പഠിച്ചതാണ്. പല സന്ദേശങ്ങളും ഈ വചനത്തിലൂടെ കേൾക്കുവാനുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാണ്ടായിപ്പോയാൽ എന്തുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർക്ക് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. ഉപ്പ് എല്ലാവർക്കും അറിയാം. ഏതു വസ്തു ഉണ്ടാക്കിയാലും ഉപ്പ് വേണം. എന്തിനേയും രുചിപ്പിക്കുന്നതാണ് ഉപ്പ്. എന്തിനാണ് ഉപ്പിനെ ഒരു ഉപമയാക്കി കർത്താവ് പറഞ്ഞതിൻ്റെ ചിന്താശക്തി? കർത്താവ് ഒരു ദൈവ പൈതലിനെ നോക്കിയിട്ട് പറയുക, നിങ്ങളാണ് ലോകത്തിൻ്റെ വെളിച്ചം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഞാനൊരു ചെറിയ ചിന്ത പറയാം. ഏത് സദ്യയിലും ഏത് വസ്തു ഉണ്ടാക്കിയാലും അതിലെന്ത് വേണമെന്നറിയാവോ പ്രിയരെ? ഉപ്പ് വേണം. ഉപ്പില്ലെങ്കിൽ എല്ലാവരും പറയും അത് കൊള്ളൂല, അത് രുചിയില്ല എന്ന് പറയും. മറ്റുള്ള എല്ലാ പൗഡറുകളെയും ഞാൻ ഒന്നുകൂടെ ചിന്ത കൂടി കേറ്റിപ്പറയുകയാണ്. മറ്റുള്ള സകല പൗഡറുകളും നമുക്കറിയാൻ കഴിയും. എങ്ങനെയാ? മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ഈ നമ്മൾ ഉണ്ടാക്കുന്ന ആ വസ്തുവിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ പ്രകൃതം കാണിക്കും, രൂപം കാണിക്കും. എന്നാൽ ഉപ്പിനെ അതിൻ്റെ അകത്തിട്ട് കഴിഞ്ഞാൽ ആർക്ക് കാണുവാൻ കഴിയുകയില്ല. ഉപ്പിനെ ആർക്കും കാണുവാൻ കഴിയുകയില്ല. എന്നാൽ ഉപ്പില്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും പറയും അതിനുപ്പില്ല. അതിന് ഉപ്പ് എന്തിനാ? രുചിപ്പിക്കുന്നതാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ദേശത്ത് നീ പ്രാർത്ഥിക്കുന്ന, കർത്താവ് പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നിന്റെ ഭവനത്തിലുണ്ടോ? ഒരു ഉപ്പുണ്ടോ? നീ ജോലി ചെയ്യുന്ന മേഖലകളിൽ ഒരു ഉപ്പുണ്ടോ? നീ നിൽക്കുന്ന സഭയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പൈതലുണ്ടോ? എന്നാൽ ദൈവം അതിനെ ഉപയോഗിക്കുവാനിടയായിത്തീരും. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന. മറ്റുള്ള പ്രവൃത്തികളെ അല്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി നിന്റെ ഭവനത്തിലുണ്ടോ? നിന്റെ ദേശത്തുണ്ടോ? അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഒരു വ്യക്തിയും അറിയുന്നില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി കഥകടച്ചു മറ്റുള്ളവരുടെ പ്രശസ്തി നേടുവാനല്ല ആഗ്രഹിക്കുന്നത്. അവര് മറഞ്ഞിരുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. മറ്റുള്ളവർക്ക് ചില ദൈവികമായ അഭിഷേകങ്ങൾ, ദൈവികമായ വിടുതലുകൾ, ആസ്വാദ്യകമായ, നിരാശയിലായിരിക്കുന്നവർ, ദുഃഖമായിരിക്കുന്നവർ, ജീവിതത്തിൽ കയ്പായിരിക്കുന്നവർ, ജീവിതത്തിൽ നിരാശയായിരിക്കുന്നവർ, അവരുടെ മേലേക്ക് ഹല്ലേലൂയ രുചി വരുവാൻ, അവരുടെ മേലേക്ക്
ദൈവത്തിൻ്റെ ശക്തി പകരുവാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു ദൈവദാസനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ജോൺ പെനിക്വീൻ എന്ന പറഞ്ഞൊരു ദൈവദാസനുണ്ടായിരുന്നു. ആ ദൈവദാസൻ ഇന്ത്യയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആ ദൈവദാസൻ തമിഴ്നാട് ദേശങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. ആ ദേശത്ത് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അനേക വ്യക്തികൾ പട്ടിണി നിമിത്തം ഭക്ഷണമില്ലാണ്ട് മരിക്കുന്നതായിട്ടും വെള്ളമില്ലാണ്ട് മരിക്കുന്നതായിട്ടും, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, കൃഷി ചെയ്യുവാൻ വെള്ളമില്ല. പുള്ളി ആ ദൈവദാസൻ അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ആ ദൈവദാസൻ കണ്ടുപിടിച്ചത് ഒരു ഇതുണ്ടായിരുന്നു. എന്ത് ചെയ്യണം? ഈ വെള്ളം ഈ ദേശക്കാർക്ക് എത്തിച്ചു കൊടുക്കണം. ഈ വെള്ളമുണ്ടെങ്കിൽ ഇവർ ജീവിക്കും എന്നുള്ള ആ ദൈവിക നിയോഗം ആ ദാസന്മേൽ വെളിപ്പെട്ടപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് അവന്മേൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരുന്നു. പ്രിയരെ, ഞാൻ ഒരു കാര്യങ്ങൾ പറയണം. നമ്മൾ യൂദയുടെ ലേഖനത്തിൽ നമുക്കുള്ള ആലോചനയാണ്, നിങ്ങൾ വെള്ളമില്ലാത്ത മേഘങ്ങളാകരുത്. വെള്ളമുണ്ടായിരിക്കണം നിങ്ങളുടെ ശുശ്രൂഷകളിൽ, നിങ്ങളുടെ ജോലി മേഖലകളിൽ, കൊടുക്കൽ വാങ്ങലിൽ, എല്ലാത്തിലും വെള്ളമുണ്ടായിരിക്കണം. വെള്ളമില്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ പറയുന്ന ഏതു വാക്കിനെയും ദൈവം കണക്ക് ബോധിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് പല രീതിയിലും പലമായും പറയുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഞാൻ ആരാകുന്നു എന്നുള്ളത്. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മൾ വെള്ളമില്ലാത്തവരാകരുത്. നിങ്ങളുടെ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ എന്ന് യാക്കോബസ്തലൻ യൂദാപ്പോസ്തലൻ പറയുന്നുണ്ട്. അയ്യോ കഷ്ടം, അവർ കായിന്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നവർ. ഇവർ നിങ്ങളുടെ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ചു നിങ്ങളെ തന്നെ തീറ്റുന്നവർ, വെള്ളമില്ലാത്ത മേഘങ്ങളും ഇല കൊഴിഞ്ഞതും ഫലമില്ലാത്തതും വേറിട്ടുപോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു പൊങ്ങുന്ന കൊടിയ കടത്തീരങ്ങൾ, സദാകാലത്തേക്കും അന്തസമസ്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അപട്ടിയോട് ചെയ്ത പട്ടിവിരുദ്ധമായ പ്രവൃത്തികൾ നിമിത്തം പട്ടികെട്ട പാപികളെയൊക്കെ ബോധം വരുത്തുവാൻ അവൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. ആദാം മുതൽ ഏഴാമനായ ഒരു ചിന്ത ഞാൻ പറയുകയാണ്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്, ആദാം ദൈവത്തോടുകൂടെ നടന്നില്ല. നിങ്ങൾ ആരോടുകൂടെയാണ് നടക്കുന്നത്? ആദാം കഴിഞ്ഞ് 7 തലമുറ കഴിഞ്ഞപ്പോൾ ദൈവഭക്തനായവൻ ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു വ്യക്തിയായ ഹാനോക്കിനെ നമുക്ക് കാണുവാൻ കഴിയും. 7 തലമുറ കഴിഞ്ഞപ്പോഴാണ് ഒരു വ്യക്തി നടക്കുന്നത്. ഇന്ന് പലരും നടക്കുന്നുണ്ട്, പലതിൻ്റെ പുറകിലാണ് നടക്കുന്നത്. ഒന്നൊന്നായി പറയുവാനുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഹല്ലേലൂയ ഹാലലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽക്ക് ദൈവശക്തി വ്യാപരിക്കണം. ഹാനോക്കിനെ ദൈവം എടുത്തോണ്ട് പോയി. ഈ കാലവളവ് ഹാലലൂയ, ദൈവത്തോടുകൂടെ നടക്കുന്നവനെ ദൈവം എടുക്കപ്പെടുവാനിടയായിത്തീരും. ഹാലലൂയ. നമ്മുടെ കർത്താവ് വരാറായി. നമ്മൾ വെള്ളമില്ലാത്തവരാകരുത്. നമ്മൾ സ്നേഹസദ്യകൾ നടക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന പാറകരാകരുത്. മറ്റുള്ളവർക്ക് ഹാലലൂയ കഴിക്കുമ്പോൾ അത് വായിൽ ഹല്ലേലൂയ കല്ലായി തീരരുത്. ഈ സ്നേഹസത്യ അവർ വെറുപ്പായി തോന്നരുത്. ഈ സത്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ്, നിങ്ങളുടെ കൂട്ടായ്മ വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതിനെ നിരപ്പ് വരുത്തണം. ജോൺ പെനിക്വീൻ എന്താ ചെയ്തതെന്നറിയാവോ? ആ ദൈവദാസന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിട്ട് ആ തമിഴ്നാട് ദേശത്തിലേക്ക് ആ ദാസൻ ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ കണ്ട പട്ടിണിയും വെള്ളമില്ലായ്മയും കൃഷിയില്ലായ്മയും കണ്ടിട്ട് ആ ദൈവദാസൻ ഒരു പ്രവൃത്തി ചെയ്യുവാനിടയായി തീർന്നു. ആ ഒരു മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടുവാൻ
ദൈവാത്മാവ് ആ മുള്ളിന്മേൽ പ്രവർത്തിച്ചു. അന്നത്തെ ഭരണാധികാരി ആ മുല്ലപ്പെരിയാർ കെട്ടുവാൻ സമ്മതിച്ചു. അതിൻ്റെ പണി തുടങ്ങി. എന്നാൽ ഒരു മഴയും ഒരു കാറ്റും ശക്തമായി വന്നപ്പോൾ ആ ദേവദാസൻ കെട്ടിയ കെട്ട് പൊട്ടിപ്പോയി. അപ്പോൾ അന്നത്തെ ഭരണാധികാരി പറഞ്ഞു, ജോൺ പെനിഗ്വിൻ, നീ ഇനി പണിയണ്ട എന്ന് പറഞ്ഞു. ഇനി നിനക്ക് ഇതിനു വേണ്ടി സാമ്പത്തികമില്ല. എന്നാൽ ആ ദൈവദാസൻ ചെയ്ത ഒരു പ്രവൃത്തി എന്താണ്? ഈ ത്യാഗമനസ്സുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ നിലനിൽക്കുമെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ഇങ്ങനെ ത്യാഗമനസ്സായ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെട്ടു വരണം, നമ്മുടെ ദേശത്ത് വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ. അനേക വ്യക്തികളുണ്ട്. എന്നാൽ ഇതുപോലെ ത്യാഗം ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇന്നും നിലനിൽക്കുന്നു. അത് പൊട്ടിപ്പോകാത്തതിൻ്റെ ത്യാഗം എന്താണെന്നറിയാവോ? ആ ദൈവദാസൻ എന്ത് ചെയ്തെന്നറിയാവോ? ആ മിഷണറി തൻ്റെ ദേശത്തേക്ക് തിരിച്ചു കടന്നുപോയി. അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ തന്നോട് പണിയരുതെന്ന് പറഞ്ഞ ഹല്ലേലൂയ ആ പണി നിർത്തിയില്ല. തനിക്കുണ്ടായിരുന്ന സ്വത്ത് മുഴുവനും വിറ്റ്, തൻ്റെ വീടും സ്ഥലവും തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ ദൈവദാസൻ പിന്നെയും ഈ ഇന്ത്യയിലേക്ക് കടന്നു വരുവാനിടയായിരുന്നു, ഈ കേരളത്തിലേക്ക് കടന്നു വരുവാനിടയായിരുന്നു. പിന്നെ ആ ദൈവദാസനിലുണ്ടായിരുന്ന എല്ലാ നന്മകളും വെച്ച് ആ പണി തുടങ്ങുവാനിടയായിത്തീർന്നു. അങ്ങനെ പണിത ഒരു മുല്ലപ്പെരിയാർ അണക്കെട്ട്, അതിന് ത്യാഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. ദൈവിക പ്രവർത്തനം. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ചാകരിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്യർത്ഥം. അപ്പോൾ ഇന്നത്തെ ചിന്ത, നമ്മൾ പണി നടക്കണോ? ഒരു നെഹമ്യാവിനെ കാണുവാൻ കഴിയും. ശൂഷൻ രാജസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അസ്തിരോഷ് രാജാവിൻ്റെ കാലത്ത് വീഞ്ഞെടുത്തു കൊടുക്കുന്ന ഒരു ദൈവദാസനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവദാസന്റെ മുഖം ഒരു ദിവസം വാടിയിരിക്കുന്നതിനായിട്ട് അർത്ഥരാഷ്ട്ര രാജാവ് മനസ്സിലായി. നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കാൻ എന്ത്? നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ. യജമാനനായ രാജാവേ, എൻ്റെ ദേശത്തിലെ എൻ്റെ ആലയത്തിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്നു. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരം ഇതാണ്. ഈ ആലയത്തെ ഇടിച്ചു കളയരുത്. ഈ ആലയത്തിലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവം എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്കൊത്തവണ്ണം ജ്ഞാനമുള്ള പ്രധാന ശില്പി, ജ്ഞാനമുള്ള പ്രധാന ശില്പിയായിരിക്കണം. ആ ശില്പി നിന്നിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ആ ശില്പി നിന്നിൽ വെളിപ്പെടട്ടെ. ഓരോ പണികളിലും ജ്ഞാനമുള്ള ശില്പി. ഹല്ലേലൂയ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി ഞാൻ അടിസ്ഥാനമിട്ടിരിക്കുന്നു. മീതെ ഓരോരുത്തരും പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തുവെന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ പൊന്ന്, വെള്ളി, വിലയേറിയ മുത്ത്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നെങ്കിൽ അവനവന്റെ പ്രവൃത്തി ആ ദിവസത്തിൽ വെളിപ്പെട്ടു വരും. ആ ദിവസത്തിൽ അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഒരുത്തന്റെ പ്രവൃത്തി നിലനിൽക്കുന്നെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ ചെയ്ത പണി വെന്തുപോയാൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. കണ്ട, തീയിൽ കൂടി എന്ന പോലെ അത്രേ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നവനെ, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ മന്ദിരത്തിൽ ഹല്ലേലൂയ നശിപ്പിക്കുന്നതായ ഒരു വസ്തു നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, കൊലപാതകം, ഈ വക ചിന്തയെല്ലാം ദുഷ്ടന്റെ ചിന്തയാണ്. ഈ ആലയത്തിൽ കടന്നു വരാൻ പാടില്ല. പൗലോസിന്റെ ഭാഷയിൽ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക.
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തിയ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ശ്രദ്ധ യേശുവിൽ മാത്രമായിരിക്കണം. ഈ ചിന്തയുള്ളവനാണെങ്കിൽ ദൈവാത്മാവ് നമ്മളെ നടത്തുവാൻ ഇടയായിത്തീരും. ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. നീ കരയണ്ട. നീ കരയുമ്പോൾ നിന്റെ അടുത്തിറങ്ങി വരുന്ന ഒരു ദൈവമാണ്. നീ ഭാരപ്പെടേണ്ട. നിന്റെ എല്ലാ ആകുല ചിന്തകളും, നിന്റെ എല്ലാ പ്രയാസങ്ങളും ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഹല്ലേലൂയ, അതിന്മേൽ ദൈവശക്തി വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർത്തുകൊള്ളണം, ജോൺ പെനിക്വിൻ ചെയ്തത് ദൈവപ്രവൃത്തിയാണ്. അതുപോലെ നമ്മളും ചില ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്നതിനെ, ഹല്ലേലൂയ നിരാശപ്പെട്ട് കിടക്കുന്നവരെ, ദുഃഖിതപ്പെട്ടവരായി കിടക്കുന്നവരെ പണിതെടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഇത് ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു നമ്മളെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാവോ? ഇന്ന് കാണുന്ന ഒരു അത്ഭുതമൊന്നുമല്ല. ഹല്ലേലൂയ. ഏറ്റവും വലിയ അത്ഭുതം കർത്താവായ യേശുക്രിസ്തു, മഹാസമ്പന്നനായിരുന്നവൻ മഹാദരിദ്രനായി ഈ ലോകത്തിലേക്ക് താന്നിറങ്ങി വന്നു. ഹല്ലേലൂയ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മൾ ദാസനാകുവാൻ, നമ്മൾ ഭൂമിയുടെ ഉപ്പാകുവാൻ, ഉപ്പായി തീരുവാൻ, രുചിപ്പിക്കുന്നവരായി തീരുവാൻ, ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന വിഷയം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. 05277568118. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.